ശരി, നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. അമൽ തേനമ്പറമ്പിൽ. അമൽ, തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന മണ്ഡലങ്ങൾ ഉള്ള ജില്ലയാണ്. തലസ്ഥാന നഗരം എന്നതിലുപരി അതിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. എന്തായാലും എങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണമൊക്കെ? അതിൻ്റെ നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. മറ്റേ ഈ നിശബ്ദ ദിവസത്തിൽ ത്രികോണ പോരാട്ടങ്ങളൊക്കെ നടക്കുന്ന ഇടത്ത് എന്താണ് അവസ്ഥ? ദിവിഷ, നിയമമണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്, കോട്ടണൽ സ്കൂളിൽ. ഈ കോട്ടണൽ സ്കൂളിൽ വിതരണം ചെയ്യപ്പെട്ട് പോകുന്ന ഉപകരണങ്ങൾ, വോട്ടിംഗ് മെഷീൻ അടക്കമുള്ള ഉപകരണങ്ങൾ നേമത്തേക്കാണ് എത്തേണ്ടത്. നിയമം എന്ത് ചിന്തിക്കുമെന്നുള്ളത് നിയമക്കാർ മാത്രമല്ല, തിരുവനന്തപുരക്കാർ മാത്രമല്ല, കേരളത്തിലുള്ളവർ ആകെ നോക്കിക്കാണുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഇതിപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ എത്തി ഈ സാമഗ്രികൾ കളക്ട് ചെയ്ത് ഇവിടുന്ന് മടങ്ങുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ. ഇപ്പോൾ തിരക്കിന് ചെറിയൊരു കുറവുണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്നത് ഏറ്റവും കൂടുതൽ മണ്ഡലമുള്ള ഒരു ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. ആ തിരുവനന്തപുരത്ത് കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം ഈ 3 മണ്ഡലങ്ങളിൽ അതിശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്നു. മറ്റ് മണ്ഡലങ്ങളിലും ഇന്നലത്തെ കൊട്ടിക്കലാശം കൂടി കഴിയുന്നതോടെ കാര്യങ്ങളൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ സാറ് നമ്മുടെ സെൻറ് ജോസഫ് സ്കൂളിലെ സാറാണ്, നമ്മുടെ ഒരു സുഹൃത്താണ്. സാറേ, സാമഗ്രികൾ വാങ്ങിച്ചില്ല, എല്ലാവരും കൂടെ നിൽക്കുകയാണ്, ടീമൊക്കെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് വാങ്ങിക്കാമെന്ന് കരുതുന്നു. രാവിലെ തൊട്ട് തിരക്കുണ്ടായിരുന്നു? ഒരു തിരക്കുമില്ല. അവരിപ്പോഴാണ് എല്ലാം സാധനങ്ങളൊക്കെ വെച്ചിട്ട് കൊടുക്കാൻ തുടങ്ങിയത്. ഇപ്പോഴാണ് എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നത്. എവിടെയാണ് ഡ്യൂട്ടി? എനിക്ക് കമലേശ്വരം സ്കൂളിലാണ്. കമലേശ്വരം ഏത് മണ്ഡലത്തിൽ? നേമത്തിൽ. കമലേശ്വരം സ്കൂൾ നേമത്താണ്. അതെ, നേമം ഡ്യൂട്ടി. ഒരു സസ്പെൻസ് നിൽക്കുന്ന ഒരു മണ്ഡലമാണ് നേമം. അവിടെ ഡ്യൂട്ടി കിട്ടിയില്ല, എങ്ങനെയുണ്ട്? അതെ, തീർച്ചയായും അതൊരു രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണല്ലോ നേമം. അവിടെ ഡ്യൂട്ടി കിട്ടിയത് സന്തോഷത്തോടെ തന്നെ നോക്കാം. ശരി സാറേ. അപ്പോൾ നേമത്തെ ഡ്യൂട്ടിയുടെ കാര്യമാണ് സാറ് പറഞ്ഞത്. നമ്മുടെ ഒരു സുഹൃത്താണ് സാറപ്പോൾ ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. നേമത്ത് എല്ലാവരുടെയും ഒരു ആകാംക്ഷയുള്ള മണ്ഡലമാണ്. അവിടെ ഈ പറയുന്ന ഉപകരണങ്ങൾ കളക്ട് ചെയ്യാൻ വരുന്ന എല്ലാവർക്കും ഇതേ ആകാംക്ഷയും ഇതേ കൗതുകമൊക്കെ ഉണ്ടാകും. എന്തായാലും ഇന്നലത്തെ കൊട്ടിക്കലാശം കൂടി കഴിഞ്ഞതോടുകൂടി ഏറ്റവും ഒടുവിലത്തെ വോട്ടറെ കൂടി കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് സ്ഥാനാർത്ഥികളെല്ലാം നടത്തുന്നത്. രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം സജീവമായി കഴിഞ്ഞിരിക്കുന്നു. അവർ ആളുകളെ പോയി കാണുന്നു, പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം പോയി കാണുന്നു. അതോടൊപ്പം തന്നെ സാമുദായിക നേതാക്കളെ കാണുന്നു. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ മറ്റ് ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചും എല്ലാമുള്ള കണ്ട് തങ്ങളെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദിവിഷ്, ഏറ്റവും കൂടുതൽ നമ്മൾ നാളെ മിക്കവാറും നമുക്ക് എന്താണ് ഈ പോളിംഗ് ശതമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതൊക്കെ പോലും അപ്പോൾ നേമത്ത് എത്രത്തോളം ശതമാനം വോട്ടിംഗ് രേഖപ്പെടുത്തുന്നു എന്ന് നമ്മൾ ഉറ്റുനോക്കും. മാത്രമല്ല, മെയ് 4-ാം തീയതി രാവിലെ 8 മണിയോടുകൂടി ഇങ്ങനെ നമ്മൾ ബ്രേക്കിംഗ് ന്യൂസ് ഇങ്ങനെ നൽകുമ്പോൾ ഏറ്റവും ആദ്യം ഒരുപക്ഷെ മനസ്സിൽ ചിന്തിക്കുന്ന നേമത്ത് എന്തായിരിക്കും സംഭവം, നേമത്ത് ആരാണ് ലീഡ് ചെയ്യുന്നത്. അങ്ങനെ വലിയ സസ്പെൻസ് ഒരുപാട് നിൽക്കുന്ന ഒരു മണ്ഡലമായി നേമം മാറുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് വട്ടിയൂർക്കാവായാലും കഴക്കൂട്ടമായാലും ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഇടങ്ങളാണ്.